ഒറ്റ നോട്ടത്തിൽ കേരളമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുന്ന അതേ പ്രകൃതി ഭംഗിയുള്ള വിയറ്റ്നാമിലെ ഹുവയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. 1945 വരെ വിയറ്റ്നാമിന്റെ ക്യാപിറ്റൽ ഹുവ ആയിരുന്നു. അതിനുശേഷമാണ് അത് ഹനോയായി മാറിയത്. വിയറ്റ്നാമിന്റെ കുറെ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് എല്ലാം ഉള്ളത് ഹുവയിൽ തന്നെയാണ്. ഇവിടുത്തെ രാജാക്കന്മാരെല്ലാവരും തന്നെ ശവകുടീരങ്ങൾ ഉണ്ടാക്കുന്നതിലാണ് രാജ്യകാര്യങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള കുറേ ശവകുടീരങ്ങളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. മൊത്തം പ്രധാനപ്പെട്ട 7 ശവകുടീരങ്ങളിൽ നിന്ന് ഏറ്റവും ഭംഗിയുള്ള 3 ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂട്ടത്തിലെ ഏറ്റവും പുതിയതും 11 വർഷം എടുത്ത് പണി കഴിപ്പിച്ചതുമായ കായ്ഡിൻ ശവകുടീരമാണ് ഇത്. ശവകുടീരങ്ങളിൽ നിന്ന് ബ്രേക്ക് എടുത്ത് അബാൻഡൻഡ് ആയിട്ടുള്ള ഒരു വാട്ടർ പാർക്കിലേക്കാണ് ഞങ്ങൾ നെക്സ്റ്റ് പോയത്. കുറെ സ്വപ്നങ്ങളൊക്കെ കണ്ട് ആരൊക്കെയോ ചേർന്ന് കെട്ടിപ്പടുത്തുണ്ടാക്കിയ ഈ പാർക്ക് ആ സമയത്ത് ആരും വരാത്തത് കൊണ്ട് അടച്ചിട്ടതിനു ശേഷം അബാൻഡൻഡ് വാട്ടർ പാർക്ക് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഓടിപ്പോകുന്നത്. മൊത്തത്തിലൊരു ഹൊറർ മൂഡ് കീപ്പ് ചെയ്യുന്ന ഈ പാർക്ക് ഇപ്പോൾ ഹുവയിലെ വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടാണ് മാറിയിട്ടുള്ളത്. അടുത്ത ടൂമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് വഴിയിലുള്ള ഇൻസെൻസ് വില്ലേജിൽ കയറി കുറെ ചന്ദനത്തിരി വാങ്ങിച്ചിട്ടാണ് പോയത്. ഇവിടെ രാജാക്കന്മാരായിട്ടുള്ള ആരും തന്നെ 25 വയസ്സിന് മുകളിലേക്ക് എന്തായാലും പോയിട്ടില്ല. കേട്ടാൽ ഒരു രീതിയിലും വിശ്വസിക്കാൻ പറ്റാത്ത പല കാരണങ്ങളും കൊണ്ട് മരണപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം രാജാവായ ഉടനെ തന്നെ ഓരോ ടൂമ്പിന്റെയും പണി പെട്ടെന്ന് അവസാനിപ്പിച്ചത്. എന്നാലോ മന്ത്രിമാരും സേനാധിപതികളൊക്കെ 95-100 വയസ്സ് വരെ സുഖമായിട്ട് ജീവിച്ചിട്ടുണ്ട്. പിറ്റേന്ന് റൂം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ സൂട്ട് കേസസ് ഹോട്ടലിൽ തന്നെ കീപ്പ് ചെയ്ത് ഇംപീരിയൽ പാലസ് കാണാനാണ് പോയത്. കുറെ അലങ്കോലപ്പണികളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ കൊട്ടാരങ്ങളൊക്കെ പോലെ തന്നെയാണ് ഇവിടെയുള്ള കൊട്ടാരങ്ങളും ഉള്ളത്.